വായുമലിനീകരണത്തിൽ സർക്കാരിന് വിമർശനവുമായി ദില്ലി ഹൈക്കോടതി രംഗത്തെത്തി. എയർ പ്യൂരിഫയറിന് GST ഇളവ് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, കോടതിയുടെ ചോദ്യം പ്രസക്തമാണ്. ഇതിലിപ്പോൾ സർക്കാർ പറയുന്ന മറുപടി എന്താണ്? പ്രത്യേകിച്ച് ഈ വായുമലിനീകരണം കാരണം തനിക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വന്നു എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്. റോഷ്നി, കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാനത്തെ ദില്ലിയിലെ BJP സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സംസാരമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് ഉണ്ടായത്. അദ്ദേഹം വ്യക്തമാക്കും, 2 ദിവസം ദില്ലിയിൽ നിന്നപ്പോൾ തനിക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. 40% പൊല്യൂഷന് കാരണവും തന്റെ വകുപ്പ് കൂടിയായ ഗതാഗത വകുപ്പാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് ദില്ലിയിലെ വായുമലിനീകരണം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനും ഒപ്പം സംസ്ഥാന സർക്കാരും കഴിയുന്നില്ല എന്ന വലിയ വിമർശനം തുടരുമ്പോഴാണ് നിതിൻ ഗഡ്കരി എന്താണെങ്കിലും ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. BJPക്കെതിരെ ആം ആദ്മി പാർട്ടി ഇതൊരു ആയുധമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും പൊല്യൂഷൻ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നായിരുന്നു ഇത്തരത്തിലാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കേന്ദ്രമന്ത്രിക്ക് തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പരിഹസിക്കുന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തത്. അത് മാത്രമല്ല, ദില്ലി ഹൈക്കോടതിയും ഇത്തരത്തിൽ ഈ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരാമർശങ്ങളും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ വലിയ തരത്തിൽ വലിയ തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഏറെക്കുറെ 1.5 മാസത്തോളമായി വായുമലിനീകരണം അതിരൂക്ഷമായി തന്നെ ദില്ലി തുടരുകയാണ്. ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത്തരത്തിൽ വലിയ ശ്വാസകോശമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിൽ പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത വലിയ തിരിച്ചടിയും മാറുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ വായു ഗുണനിലവാരത്തിൽ ഇന്നിപ്പോൾ നേരിയ പുരോഗതി ഉണ്ടെങ്കിൽ പോലും വളരെ മോശം അവസ്ഥയിൽ വായു ഗുണനിലവാര സൂചി തുടരുകയാണ്. നിലവിൽ ഗഡ്കരിയുടെ വാക്കുകളടക്കം കേന്ദ്ര സർക്കാരിനും ഒപ്പം സംസ്ഥാന സർക്കാരിനും എതിരെ BJPക്കെതിരെ ആം ആദ്മി പാർട്ടി ആയുധമാകുന്നു. പ്രതിപക്ഷം ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. റോഷ്നി, നോബൽ, ഇതിലിപ്പോൾ നിതിൻ ഗഡ്കരി പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് 3 ദിവസമേ അവിടെ തങ്ങിയിട്ടുള്ളൂ, പക്ഷേ താൻ രോഗബാധിതനായി എന്നുള്ളതാണ്. അവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചാണ് നമുക്ക് ആശങ്ക. ദില്ലിയിലെ ഒരു സാഹചര്യം നമുക്കറിയുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുകയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കാര്യക്ഷമമായി അവിടെ നടപ്പിലാവുന്നുണ്ടോ? സാധാരണക്കാരായ മനുഷ്യർ ഇതിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? റോഷ്നി, വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്, ദില്ലിയിലുള്ളത്. കാരണം ആളുകൾക്ക് വലിയ തരത്തിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. വായു ഗുണനിലവാരം 380 മുകളിലേക്ക് തുടരുന്ന വലിയ തരത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു, ശ്വാസകോശ സംബന്ധമായ പ്രശ്നം ഉണ്ടാകുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിൽ സാധാരണക്കാരും എല്ലാ ജനങ്ങളും വലിയ പ്രതിസന്ധി. കേന്ദ്രമന്ത്രിക്ക് പോലും ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ സ്വാഭാവികം നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്താണ് ദില്ലിയിലെ സാഹചര്യം എന്നുള്ളത്. അന്തരീക്ഷത്തിലടക്കം പുകയുടെ മാലിന്യങ്ങൾ, അത്തരത്തിൽ പുകപടലങ്ങളൊക്കെ എപ്പോഴും സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. മൂടൽമഞ്ഞ് വന്നതോടെ കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യമാണ്. തണുപ്പും ഒപ്പം മൂടൽമഞ്ഞും വായുമലിനീകരണം ഒരുമിച്ചെത്തിയ സാഹചര്യമാണ് ഇപ്പോൾ ദില്ലിയിൽ ഉള്ളത്. അതാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ വിവാദം ഈ വിഷയത്തിൽ ഇപ്പോൾ കൊഴുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് BJP ആം ആദ്മി പാർട്ടി തമ്മിലാണ് രാഷ്ട്രീയ വിവാദം കൊടുക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ വളരെ ലഘൂകരിച്ച് മലിനീകരണത്തെ കണ്ടതാണ് ഇപ്പോഴത്തെ ഗുരുതരാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് നിതിൻ ഗഡ്കരിയുടെ ഈ പ്രസ്താവന വന്നത്. അത് തീർച്ചയായും സ്വാഭാവികമായി ആം ആദ്മിക്ക് ഒരു ആയുധമാക്കാൻ, കേന്ദ്ര സർക്കാരിന്റെ ആയുധമാക്കാൻ ഒരു അവസരം കൂടി ലഭിക്കുക, കൃത്യമായി തന്നെ അവർ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതായാലും ആരോഗ്യനിലയിൽ വലിയ തരത്തിൽ, പ്രത്യേകിച്ച് ആളുകളുടെ കുട്ടികളുടെയൊക്കെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളാണുള്ളത്. നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടത്തിയതാണ്. അത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാഗം ദില്ലിയിൽ ഇന്ത്യ ഗേറ്റിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് വലിയ പ്രതിസന്ധിയാണ്. മുൻകാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ മഞ്ഞുകാലം തുടങ്ങുമ്പോഴൊക്കെ ഒരു മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ആ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും മലിനീകരണം തോത് കുറയുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ മഴ പെയ്യാത്തും വലിയ പ്രതിസന്ധിയാണ്. കൃത്രിമമഴയ്ക്ക് ശ്രമം നടത്തി, അതും പരാജയപ്പെട്ടു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് എന്താണ് ദില്ലിയിലുള്ളത്. ആ പ്രതിസന്ധി ഇനി വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം വായുമലിനീകരണം, ഗുണനിലവാരം മെച്ചപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണെങ്കിലും ഉണ്ടാകുന്നില്ല. മഴ പെയ്തെങ്കിൽ മാത്രമാണ് ഇതിൽ മാറ്റം ഉണ്ടാകുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിലും തണുപ്പ് കൂടുതൽ ശക്തമാകാൻ സാധ്യത. അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം, അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകളായാലും എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം വേണ്ടതാണ്.